ഹലോ, ഇന്നത്തെ നമ്മുടെ ഐറ്റം മാന്തൽ ഫ്രൈ ആണ്. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി മാന്തൽ കിട്ടി. ഏകദേശം 800 ഗ്രാം ഉണ്ട്. അത് ഞാൻ പീസാക്കിയിട്ടുള്ള ഇപ്പോൾ 2 പീസാണ് എടുക്കുന്നത് ഫ്രൈ ആകാൻ വേണ്ടി. നല്ല അടിപൊളി പീസാണ്. ഇറ്റ്സ് മുനീർ. വെൽക്കം ടു മുനീസ് ഫുഡ് വേൾഡ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വാ, കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ ഫിഷ് ഫ്രൈക്ക് വേണ്ടി നമ്മൾ 2 പീസ് മാന്തളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ 2 പീസ് മാന്തൽ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു നാരങ്ങയുടെ നീരാണ് വേണ്ടത്. അത് നീരെടുത്ത് അതിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഒരു പേസ്റ്റ് രൂപത്തിലായാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി ഈ മീനിലോട്ട് നമുക്ക് മസാല പിടിപ്പിക്കാം. നിങ്ങൾക്ക് ഏത് മീനും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാന്തളാണ്. മസാല നന്നായി 2 ഭാഗത്തും പിടിപ്പിക്കുക. ഈ ഇൻഗ്രീഡിയൻസ് മാത്രം പോരെ ഇതിന്. നമുക്ക് ഇതിന് നല്ല ഫ്ലേവർ കൊടുക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അത് നമുക്ക് വഴിയേ കാണാം. നിങ്ങൾ ഈ അളവിലാണ് മസാല ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം 350 ഗ്രാം കഴുകി വൃത്തിയാക്കിയ 350 ഗ്രാം മീൻ പൊരിക്കാൻ ഉണ്ടാകും ഈ മസാല. നമ്മൾ അതിനുശേഷം മസാലയ്ക്ക് 2 ഭാഗത്തും പിടിപ്പിച്ചതിന് ശേഷം ഈ മീനെടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. അത് നല്ല മസാലയ്ക്ക് മീനിൽ പിടിക്കും. ഇനി നമ്മുടെ ഫിഷ് പൊരിക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കുന്നു. അതിലോട്ട് പാൻ വെക്കുന്നു. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ മീൻ അതിലോട്ട് വെക്കാൻ പറ്റൂ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇനി ലോ ഫ്ലെയിമിലാക്കി അതിലോട്ട് നമുക്ക് മീനിടാം. ഇനി ലോ ഫ്ലെയിമേ വേണ്ടി. നമ്മൾ തീയാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം. അത് കരിയാനോ പിടിക്കാനോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആവണം. അപ്പോഴാണ് മീനിൻ്റെ ടേസ്റ്റ് വരും. നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോൾ ഇതുപോലെ വരണം. അവിടെ പറ്റി പിടിക്കാൻ പാടില്ല മീൻ. മീനിൻ്റെ ഒരു ഭാഗം കറക്റ്റായി വന്നിരിക്കുന്നു. ഇവിടെ 4 മിനിറ്റാണ് ഞാൻ ഒരു ഭാഗത്തിന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് മറിച്ചിടാം. 4 മിനിറ്റ് വെന്ത ശേഷം നമുക്ക് മറിച്ചിടുന്നു. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അധികം കരിയാനോ ഭയങ്കര പുകയൊന്നും വരാൻ പാടില്ല. ഇതുപോലെ മാഷാ അല്ലാ. മീൻ മറിച്ചിട്ട ശേഷം നമുക്ക് 3 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട്. ആദ്യമായിട്ട് ചതച്ച വെളുത്തുള്ളി, പിന്നീട് ചെറുതായി മുറിച്ച ചെറിയ ഉള്ളി, അതിങ്ങനെ കൊടുക്കുക അതിലോട്ട്. അത് രണ്ടാമത് മറിച്ചിട്ട ശേഷം മാത്രമേ ഇടാൻ പറ്റൂ. ഇനി കറിവേപ്പില, അതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക, ചെറിയ ടൈപ്പിൽ. അത് കരിയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് മറിച്ചിട്ടതിന് ശേഷം ഇടുന്നത്. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം 4 മിനിറ്റ് 2 ഭാഗവും, ആദ്യ ഭാഗം 4 മിനിറ്റ്, രണ്ടാമത്തെ ഭാഗവും 4 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 8 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിരിക്കുന്നു. ഇവിടെ ഇളക്കി കൊടുക്കുമ്പോൾ പറ്റാതെ ഇങ്ങനെ വരണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് അതിലോട്ട് മാറ്റുന്നു മീൻ. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഫിഷ് ഫ്രൈ. ഓവറായി കരിഞ്ഞിട്ടുമില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ് തബാറക്കല്ലാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ മസാലയിൽ ഇതേ ചേരുവയിൽ മാന്തളോ ഏതാ ഫ്രൈ ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മുടെ മാന്തൽ ഫ്രൈയുടെ റെഡി ആയിരിക്കുന്നു. ഇതിൻ്റെ ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ മണം ഉണ്ടല്ലേ. വാ, മാഷാ അല്ലാഹ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിച്ചു നോക്കിയാലോ. നമ്മുടെ ഫ്രൈ നോക്കിയാൽ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. മസാലയ്ക്ക് നന്നായി പിടിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.